ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഭാര്യയുടെ അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതിനിടെയാണ് ആക്രമണം. 2 ബൈക്കിലും ഒരു കാറിലുമായി എത്തിയ സംഘം ഫൈസൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ തടഞ്ഞ് വെട്ടുകയായിരുന്നുവെന്നാണ് നിഗമനം. അക്രമി സംഘം ഓട്ടോയെ പിന്തുടരുന്നത് സമീപത്തെ കടയുടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മതപരിവർത്തനം നടത്തിയതോടെ തീവ്ര ഹിന്ദു സംഘടനകളിൽ നിന്ന് ഭീഷണി നേരിട്ടിരുന്നതായി ഫൈസൽ സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ അവന്റെ കുട്ടികളെ സ്കൂൾ കൊണ്ടുപോകുന്നത് ഞാനാണ്. അവനുമായിട്ട് മിനിയാന്ന് അവൻ പങ്കുവെച്ചത് എനിക്ക് ഭീഷണിയുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യണം, എനിക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ എന്റെ കുട്ടികൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഞാനിവിടെ ഇവിടെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഭീഷണി ആരാണെന്ന് അവൻ ആളെ പേര് പറഞ്ഞിട്ടില്ല. ഭീഷണി ഉണ്ട്, RSന്റെ BJPന്റെ ഭാഗത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. മൊത്തത്തിൽ എനിക്ക് സേഫ്റ്റിന്റെ കുറവുണ്ട്, കുടുംബത്തിന്റെ ഇവിടെ ഒറ്റക്കെട്ട് പോകാനുള്ള സേഫ്റ്റി പ്രശ്നം അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 വർഷം മുൻപ് ഗൾഫിൽ വെച്ചാണ് ഫൈസൽ ഇസ്ലാം മതം സ്വീകരിച്ചത്. അടുത്ത കാലത്ത് ഭാര്യയും 3 മക്കളും മതം മാറി. നാട്ടിലെത്തിയ ഫൈസൽ നാളെ ഗൾഫിലേക്ക് തിരിച്ചു പോകാനിരിക്കെയാണ് കൊല്ലപ്പെട്ടത്. SP ഉൾപ്പെടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി. കൊലപാതക വിവരമറിഞ്ഞ് കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. മീഡിയ 1 മലപ്പുറം.